ചൂടുള്ള തെളിവുകൾ അടങ്ങുന്ന സിഡിയും പെൻഡ്രൈവും എവിടെ പോയി എന്നറിയാതെ കോടിയേരിയും കൺഫ്യൂഷനിലാണ്. ചില പോലീസുകാർക്ക് വിവരങ്ങൾ വ്യക്തമായി അറിയാമെന്നിരിക്കെ അത് മുഖ്യനാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുൻ ആഭ്യന്തരൻ. തെളിവുകൾ കിട്ടുന്നതുവരെ തിരച്ചിൽ തുടരണം എന്നാണ് ഉയരുന്ന അഭിപ്രായം. അങ്ങനെയെങ്കിൽ അത് ലൈവായി തന്നെ നടക്കട്ടെ. പെരുമ്പാവൂർ ഡിവൈഎസ്പി സരിതാ നായരെ അറസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ തന്നെ ഈ രേഖകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് പോലീസിന് ഒരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ആ പെൻഡ്രൈവിൽ ഈ പറയുന്ന ആരോപണം ഉയർന്നു വന്നതൊക്കെ തെളിവുണ്ട് എന്ന് അന്ന് തന്നെ പുറത്തു വന്നതാണ്. ആ പെൻഡ്രൈവ് എവിടെ പോയി? അന്ന് പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്ത പെൻഡ്രൈവും സിഡിയും എവിടെ പോയി? അതെ ചേട്ടാ, കുറച്ച് സീരീസ് വേണമായിരുന്നു. യു ഗോ മാൻ, കം ഇൻ ദ മോർണിംഗ്, നോ സീരീസ്. അതല്ലേ ചേട്ടാ, ഐ സെഡ് കം ഇൻ ദ മോർണിംഗ്, ഓൾ ഫാമിലി സ്ലീപ്പിംഗ്. ഗെറ്റ് ലോസ്റ്റ്. ബ്ലഡി ഫൂൾ, കം ഇൻ ദ മിഡ്നൈറ്റ്. ഈ പോലീസ് ഓഫീസർമാർക്ക് എല്ലാവിധ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന്റെ പിറകിൽ ഇതിന്റെ രഹസ്യ സൂക്ഷിപ്പുകാർ ആയ ഉദ്യോഗസ്ഥന്മാരെ പിണക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്നതിന്റെ തെളിവല്ലേ? എടാ വായിക്കൊള്ളത്തെ പേരുള്ള മൈനെ മര്യാദക്ക് സീഡിക്കട തുറക്കണ. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൂടെ? അദ്ദേഹം ഈ പെൻഡ്രൈവ് കണ്ടതല്ലേ? അദ്ദേഹം ഈ സിഡി കണ്ടതല്ലേ? ഏതൊക്കെ സീഡിയാണോ വേണ്ടത്? പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് ഇത് പരിശോധിച്ചതല്ലേ? എന്താണ് കാപ്പം കാണിക്കുന്നത്? അത് പുറത്തു വന്നാൽ ഇവിടെ മന്ത്രിസഭ തകരും എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ ആ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചത്. സഞ്ചി മാത്രം കിട്ടി, സിഡി കാണുന്നില്ല. സിഡി എവിടെ പോയി? പെൻഡ്രൈവ് എവിടെ പോയി? ഇതിലെ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിലൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഞങ്ങളും ഇവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് കേൾക്കുകയും വേണ്ട. ഓ, ഈ എന്നെ കൊണ്ട് വയ്യ. ഇനി നിങ്ങ അങ്ങോട്ട് നോക്ക്. ഒന്നിച്ചിരുന്ന് കുട്ടികളെ ഇരുന്ന് ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുമല്ലേ, അച്ഛാ എന്താ ഈ പറയുന്നത്? കുട്ടികൾ ഗവേഷണം നടത്തുന്ന സ്ഥിതിയായില്ലേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഓരോ വാക്കുകളെ സംബന്ധിച്ച്? പിള്ളേരുകളെയാണെന്ന് വിചാരിച്ചോ? മോസർജി, അവരോട് വീട്ടിൽ പോകണം പറ. മതി. സിഡി കാണുന്നില്ല. സിഡി എവിടെ പോയി? ഇനി ഓൾട്ടർനേറ്റീവ് ഐഡിയ? ഇനി അതിന് സമയമില്ല. വിളിച്ചു പറഞ്ഞേക്ക് അവരോട് കടപൂട്ടിപ്പോക്കോളാൻ. ഇതാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഈ കേരളത്തെ രാജ്യത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ അപമാനിതമാക്കിയ സർക്കാരല്ലേ ഇന്ന് ഈ കേരളം ഭരിക്കുന്നത്? എന്നേക്കാൾ വലിയ അധികാരികൾ ഭരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ എന്ന് എനിക്കറിയാം. സിഡി അപ്രത്യക്ഷമായതാണെന്നും അറിയാം. പറഞ്ഞു തീർന്നില്ല, ഇതാ വരുന്നു സംസ്ഥാന തെളിവ് സൂക്ഷിക്കൽ കമ്മിറ്റി പ്രസിഡന്റ് PC ജോർജ്. കിടിലൻ രംഗങ്ങളടങ്ങിയ പെൻഡ്രൈവുമായാണ് വരവ്. എന്നാൽ സംഗതി കയ്യിലില്ല. രംഗം ചൂടാകുമ്പോൾ PC ഒരു സെൽഫ് ഗോൾ അടിച്ചതാണോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. വാസുവേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ. വാസു വെറും വാസുവല്ല, വെൽഡൻ വാസുവാണ്. വിഡൽസിന്റെ ഉസ്താദാണ്. തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. എന്നാൽ സരിതയുടെ പെൻഡ്രൈവ് ഈ നമ്മുടെ ഈ ഡിവൈഎസ്പിയും പോലീസ് ഓഫീസർമാർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ? അതെ, ദുബായ് അലൈൻ എക്സ്പ്രസ് ഹൈവേയില് ഒരു വൈറ്റ് ലാൻഡ് ക്രൂസർ കാർ ഇങ്ങനെ എരമ്പി പാഞ്ഞുകൊണ്ടിരിക്കാം. ഞാനും 2 അറുപതാണ് വണ്ടിയില്. അറുപതാണ് ഭയങ്കര ഉറക്കം. ഒരു 200-270 സ്പീഡും. പെട്ടെന്ന് ഇതവനെ ഞാൻ കണ്ടു. വണ്ടിന്റെ തൊട്ടു മുമ്പില് ചവിട്ടാൻ കിട്ടാത്ത ദൂരത്തില് ഒരു ഒട്ടകം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോവുക. ഞെട്ടിയ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കും ഭാര്യ ഉൾപ്പെടെ ഉള്ളവർക്ക് ആദ്യം ഒരു 35 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തൊന്നു ചോദിച്ചേ. ഞാൻ ഞെട്ടി. പക്ഷെ വാസുവേട്ടൻ ഞെട്ടിയില്ല. ബ്രേക്ക് ചവിട്ട അറബികളുള്ളൂ, ചവിട്ടിയില്ലെങ്കിൽ ഒട്ടാൻ മടിയാവും. 4-5 ദിവസത്തിന് മുമ്പ് കോയമ്പത്തൂർ പോയിരുന്നോ സരിത? ഷൂമാക്കർ വരെ സ്റ്റിയറിംഗ് വെച്ച് കീഴടങ്ങി ഓട്ടോ പിടിച്ച് വീട്ടിൽ പോണ അവസ്ഥ. ഞാൻ വിടുവോ? 3 മാസ്റ്റർ ഡ്രൈവറും കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ കേട്ടിട്ടുണ്ട്.
എനിക്കത് പൊതുസമൂഹത്തിന് പറയാനുള്ള മൈമനസ് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. എല്ലാവരുടെയും ചരിത്രം എനിക്ക് പറഞ്ഞ കാര്യം, പക്ഷെ ഇതിന്റെ പുറകെ നടക്കാൻ എനിക്ക് നേരില്ല. അല്ലി ഒല്ലി മാഫി മുസ്കിലും പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കിയിട്ട് ഒരൊറ്റ ഇടല. എന്ത് റിവേഴ്സ് ഗിയറ്? ആ, വണ്ടി പിന്നിലേക്കും ഒട്ടകം മുന്നിലേക്കും. ഈ സമയത്ത് കോട്ട് വായിടാൻ വേണ്ടി കണ്ണു തുറന്ന ഒരു അറബി കണ്ടിട്ട് എന്റെ തോൾ തട്ടിട്ട് പറയാ വെൽ ഡൺ വാസു. ഇതാണ് വാസു. മൂപ്പരുടെ എല്ലാ വിടൽസ് കഥകളുടെ അവസാനം ആരെങ്കിലും ആളുടെ തൊഴിൽ തട്ടിയിട്ട് പറയും വെൽ ഡൺ വാസു. ചിലപ്പോ കഥയിലുള്ള എല്ലാവരും പറയും. അങ്ങനെ വീണ പേരാണ് വെൽ ഡൺ വാസു. എന്തായാലും വലിയ കൊടുങ്കാറ്റ് തനിക്ക് നേരെ വീശിയടിച്ചപ്പോൾ പ്രതിരോധിക്കാനാവാതെ ഉലഞ്ഞ PC ആവനാഴിയിലുള്ള അസ്ത്രം എന്തുകൊണ്ട് അന്ന് പുറത്തെടുത്തില്ല എന്നതാണ് ഉയർന്ന ചോദ്യം. പിന്നെ സരിത കേസ് എന്നും വിടാതെ കൊണ്ടു നടക്കുന്ന VS അതിശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ CD കിട്ടാതായതോടെ എല്ലാം VSന്റെ തലയിലിടുകയാണ് കോൺഗ്രസുകാർ. CD ചോദിച്ചവർ ഒരു മാർച്ച് തന്നെ നടത്തിക്കളഞ്ഞു. എന്ന് പറയുന്നുള്ളത് ആ രണ്ടക്ഷരത്തിന് വല്ല വിലയുമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മുഖ്യമന്ത്രിമാർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുമായി തുടരാൻ എന്താണ് അവകാശം? കാളപറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തതുപോലെ ജനമധ്യത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട VS ഇപ്പോൾ നിലഭ്യനായിരിക്കുകയാണ്. കേരളത്തിലെ അമ്മ പെങ്ങന്മാരോട് VS മാപ്പ് പറയണം. അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണം. ഈ കേരളത്തിൽ EMS നമ്പൂതിരിപ്പാട്, അച്യുതമേനോൻ, EK നയനാർ, AK ആന്റണി വരെയുള്ള ആളുകൾ ഭരിച്ചില്ലേ? പിന്നെയും ഭരിച്ചിട്ടുണ്ട്. ഇവരെ ആരെയെങ്കിലും പറ്റി ഈ നാണം കെട്ട അഴിമതി ഉണ്ടായിട്ടുണ്ടോ മിസ്റ്റർ ഉമ്മൻചാണ്ടി? ഏകദേശം 58 കേസിലധികം പ്രതിയായ ജയിൽവാസം അനുഷ്ഠിക്കുന്നവന്റെ ഒരു ഏറ്റവും വലിയ തെമ്മാടിയുടെ അഭിപ്രായം കേട്ടുകൊണ്ട് അച്യുതാനന്ദൻ മുഖവിലക്കെടുത്തുകൊണ്ട് ഏറ്റവും പ്രിയങ്കരനായ, കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അയാൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും മ്ലേച്ഛമായ, ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണത്തിനിടയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ വിമർശനങ്ങൾ ഉത്തരവാദിയായ അച്യുതാനന്ദൻ രാജിവെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം പൊതുരംഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് നിർത്തലാക്കണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അഴിമതി ആക്ഷേപം മാത്രമാണോ? ഒരു പെണ്ണുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ച് 6-7 പേരുടെ പേരിൽ മന്ത്രിമാരും അല്ലാത്തവരും MP-മാരും എല്ലാമുള്ള അവരെ പറ്റിയുള്ള ആക്ഷേപമുണ്ട്. എങ്കിലും ഞാൻ അസംബ്ലിയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം ശരിയല്ലാതെ വരട്ടെ എന്നാണ്. ഇനി ചില ശിവഗിരി തർക്കങ്ങളാണ്. ഇടവേള കഴിയട്ടെ. ഗുരുദേവന് മേലെ ആരെയും ഞങ്ങൾ കാണുന്നില്ല. ഞാനല്ലേ ക്ഷണിച്ചത്? കേരളത്തിലെ BJP നേതാക്കന്മാരെ ആരെയും ക്ഷണിച്ചില്ല. അല്ല, എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു. 15-ാമത്തെ പരിപാടിക്ക് ശിവഗിരി മഠം ക്ഷണിച്ചിട്ടില്ല. ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുമല്ല വരുന്നത്.